നമസ്കാരം. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തെ കടന്നാക്രമിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഇരുണ്ട കാലമെന്ന പരസ്യ പ്രചരണത്തെ ചൊല്ലി പുതിയ വിവാദം പുകയുകയാണ്. മുൻ UDF സർക്കാരിനെ ലക്ഷ്യമിട്ട് അത്തരത്തിലൊരു പരസ്യവും PRD പരസ്യം നൽകിയിട്ടില്ലെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. മുൻ UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ എന്ന രീതിയിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് അഥവാ PRD പരസ്യം നൽകിയിട്ടില്ലെന്ന് അധികൃതർ തന്നെ വ്യക്തമാക്കുകയാണ്. വിവരാവകാശ നിയമപ്രകാരം അഡ്വക്കേറ്റ് CR പ്രാണകുമാർ സമർപ്പിച്ച അപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് വകുപ്പ് ഇക്കാര്യം അറിയിച്ചത്. കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ് CR പ്രാണകുമാർ. 2026 മാർച്ച് 5-ന് മുൻ UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്ന രീതിയിൽ PRD പരസ്യം നൽകിയതുമായി ബന്ധപ്പെട്ടാണ് വിവരങ്ങൾ തേടിയത്. ഈ വിഷയത്തിൽ വകുപ്പിന്റെ പക്കൽ ലഭ്യമായ വിവരങ്ങൾ ആവശ്യപ്പെട്ടായിരുന്നു അപേക്ഷ. പരസ്യം ഏതൊക്കെ മാധ്യമങ്ങൾക്കാണ് നൽകിയതെന്നും ഈ പരസ്യം നൽകുന്നതിനായി ഓരോ മാധ്യമവും എത്ര തുകയാണ് കോട്ട് ചെയ്തതെന്നും അപേക്ഷയിൽ ചോദിച്ചിരുന്നു. കൂടാതെ ഇതിൽ എത്ര തുക ഇവർക്ക് അനുവദിച്ചു എന്ന കാര്യത്തിലും വ്യക്തത തേടിയിരുന്നു. എന്നാൽ അപേക്ഷകൻ സൂചിപ്പിച്ച രീതിയിൽ മുൻ UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്ന പേരിൽ വകുപ്പ് ഒരു പരസ്യവും നൽകിയിട്ടില്ല എന്നാണ് PRDയുടെ മറുപടി. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇല്ല എന്ന ഒറ്റ വാക്കിൽ ഒതുങ്ങിയ വിശദീകരണമാണ് വകുപ്പ് നൽകിയത്. 2026 മാർച്ച് 9-നാണ് അഡ്വക്കേറ്റ് CR പ്രാണകുമാർ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചത്. ഈ അപേക്ഷയ്ക്ക് 2026 മാർച്ച് 30-നാണ് വകുപ്പ് മറുപടി നൽകിയത്. പൂട്ടലിന്റെ വക്കിൽ KSRTC 40% സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ്, പരീക്ഷ എഴുതിയത് പാഠപുസ്തകമില്ലാതെ, ട്രഷറി കാലി, പെൻഷൻ മുടങ്ങിയിട്ട് 18 മാസം, ദേശീയപാത വികസന അതോറിറ്റി മതിയാക്കി അതോറിറ്റി, എങ്ങുമെത്താതെ ഗെയിൽ, റോഡ് പണി നിലച്ചു തുടങ്ങിയവയായിരുന്നു വാർത്തകൾ. പിണറായി സർക്കാർ പറയുന്ന നേട്ടങ്ങളും മറ്റൊരു പേജിലും നൽകി. 2 പേജ് പരസ്യമാണ് നൽകിയത്. 10 വർഷം മുൻപ് ഭരിച്ച UDF കാലത്ത് കേരളം എങ്ങനെയായിരുന്നു എന്ന തരത്തിലായിരുന്നു പ്രചരണം. ഇതാണ് വിവരാവകാശ ചോദ്യമായി മാറിയത്. അപ്പോൾ UDF സർക്കാരിനെതിരെ പരസ്യം കൊടുത്തിട്ടില്ലെന്ന് PRD ഇപ്പോൾ പറയുന്നുണ്ട്. UDF സർക്കാരിന്റെ കാലഘട്ടത്തെ ഇരുണ്ട കാലം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് PRD നൽകിയ പരസ്യം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. ഇത്തരമൊരു പരസ്യം വകുപ്പ് നൽകിയിട്ടില്ല എന്ന വിവരാവകാശ രേഖയിലെ വെളിപ്പെടുത്തൽ സർക്കാരിനെയും PRDയെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നു. ജനമധ്യത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ഔദ്യോഗിക രേഖകൾ മൗനം പാലിക്കുന്നത് ഭരണ സംവിധാനത്തിന്റെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്നതാണ്. KSRTC പ്രതിസന്ധി, സ്കൂൾ പൂട്ടൽ ഭീഷണി, ലോഡ് ഷെഡിംഗ് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉൾപ്പെടുത്തി നൽകിയ പരസ്യം വസ്തുതാവിരുദ്ധമാണെന്ന കോൺഗ്രസിന്റെ വാദത്തിന് PRDയുടെ മറുപടി പുതിയ ആയുധം നൽകിയിരിക്കുകയാണ്. പരസ്യം നൽകിയ മാധ്യമങ്ങളെക്കുറിച്ചോ അതിനായി ചെലവാക്കിയ തുകയെക്കുറിച്ചോ വിവരമില്ലെന്ന് പറയുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഇത് കേവലം ഒരു പരസ്യ വിവാദത്തിനപ്പുറം സർക്കാർ സംവിധാനങ്ങളെ രാഷ്ട്രീയ ലാഭത്തിനായി ദുരുപയോഗം ചെയ്തു എന്ന ആരോപണത്തിന് കരുത്തു പകരുന്നതാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനൊപ്പം എതിരാളികളെ കടന്നാക്രമിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്ന വിമർശനം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയം നിയമസഭയിലടക്കം വലിയ ചർച്ചകൾക്ക് കാരണമാകുമെന്നും ഉറപ്പാണ്. പരസ്യം നൽകിയെന്നത് പരസ്യമായ വസ്തുതയായിരിക്കെ വിവരാവകാശ അപേക്ഷയിൽ ഇല്ല എന്ന മറുപടി നൽകിയത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണെന്ന ആക്ഷേപവും ശക്തമാണ്.